मोटरसाइकिल पटक पटक कर बम उड़ती आजी कभी कभी मन में आता तो गाड़ी बदल नहीं आती भैया ट्रेडा सीट पर बैठा छड़ी बिछाड़ी चले हवा से बातें करते दोनों बड़े खिलाड़ी എൻ്റെ പേര് ടിൻഡോ ഞാനിവിടുത്തെ ഓഫ് റോഡ് ടാക്സി ഡ്രൈവറാണ് നമ്മൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ ഒരു ഭാഗമാണ് വലത് സൈഡ് തമിഴ്നാട് തേനി ഡിസ്ട്രിക്റ്റും ഓപ്പോസിറ്റ് സൈഡ് കേരള ഡിസ്ട്രിക്റ്റുമാണ് ചതുരംഗപ്പാറ എന്നാണ് ഈ വ്യൂ പോയിൻറ്റിൻ്റെ പേര് ഇവിടെ പണ്ട് കാലത്ത് പഞ്ചപാണ്ഡവർ വന്ന് ഒളിവിൽ താമസിച്ച സ്ഥലമാണെന്നാണ് പറയുന്നത് അതിൻ്റെ ഇതായിട്ടാണ് ഇവിടെ ചതുരംഗപ്പാറ എന്ന ഈ സ്ഥലത്തിന് പേര് വന്നത് പിന്നെ നേരെ ഓപ്പോസിറ്റ് തേനി ഡിസ്ട്രിക്റ്റ് തേനി ജില്ലയിൽപ്പെട്ട സ്ഥലമാണ് അവിടെ നമുക്ക് തേവാരം ചിന്നമന്നൂർ മല്ലികാപുരം എന്ന് പറഞ്ഞ ഏതാനും സ്ഥലങ്ങൾ ഇവിടുന്ന് നമുക്ക് നല്ല വ്യൂ ഉണ്ട് അതുപോലെ തന്നെ ഫുൾ ഓഫ് റോഡ് ഡ്രൈവിംഗ് ആണ് ഇവിടെ ഹിൽസാണ് അഡ്വഞ്ചർ ടൂറിസം മേഖലയാണ് ഈ കാപ്പിക്കുരുവിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? കാപ്പിക്കുരു ഇതാണ് ഇപ്പോൾ കാപ്പി ഇതിൽ ഇപ്പോൾ പൂവായിട്ട് നിൽക്കുന്നത് ഇത് പൂവായിട്ട് പൂത്ത് ഇനി ഒരു 2 മാസം കൂടെയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ കുരുവാകും കുരുവായി കഴിഞ്ഞാൽ പിന്നെ അത് മൂത്ത് കരുവായി 8 മാസം വിളവുണ്ട് ആ കുരുവാണ് പിന്നെ നിങ്ങൾ ഇതിലെ ഇത് വറുത്ത് നമുക്ക് നോക്കിയാൽ ഇവിടെ കാണാൻ സാധിക്കും പഴയത് ഇത് പൂവ് കായായിട്ട് മാറി അതിനുശേഷം അത് ഉണങ്ങി പറിച്ചെടുത്ത് അത് നല്ലതുപോലെ വറുത്ത് അതിൽ നിന്ന് പൊടിച്ചിട്ടാണ് കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഏലത്തിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞുതരാമോ? ഏലം എവിടെയാണോ ഉണ്ടാകുന്നത്? ചെടിയുടെ പൂവാണോ മുകളിലാണോ താഴെയാണോ എങ്ങനെയാണോ? ഒരു 10-18 മാസം ആകുമ്പോഴത്തേക്കും ഇതുപോലെ കട്ടയാകും കട്ടയാകുമ്പോഴേക്ക് ശരം ഉണ്ടാവും ഇതിൽ ശരം ഉണ്ടാകും ശരത്തിൻ്റെ ഇത് പൂവായി കാണുന്നത് ഇത് കായ ഉണ്ടാകും ഉണ്ടാകുന്ന ഒരു കൊത്തിൽ ഒരു 10-15 കാവിലുണ്ട് എത്ര ഒരു വർഷം വേണോ ഇത് കായ്ക്കാൻ? അതെ കായ്ക്കാൻ ഒരു വർഷം വേണ്ട നല്ല ഞെള്ളാനിയൊക്കെ ആണെങ്കിൽ 18ാമത്തെ മാസത്തിലൊക്കെ കായ്ക്കും കായ്ച്ചു തൃശ്ശൂർ മുരുകൻ പാറയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ മുരുകൻ പാറയുടെ മുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം മുനിയറകൾ കാണാൻ സാധിക്കും. മുനിയറ എന്ന് പറയുന്നത് പണ്ട് ജീവിച്ചിരുന്ന ഉയരം കുറഞ്ഞ ആളുകൾ ജീവിച്ചിരുന്ന ഒരു ഭാഗമാണ് ഇത്. മറഞ്ഞിരിക്കുന്ന അതാണ് മറയൂർ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഉയരം കുറഞ്ഞ ആളുകൾ താമസിച്ചിരുന്ന ആ സമയത്ത് അവരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ അടക്കം ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ മറവ് ചെയ്യുന്ന സ്ഥലമാണ് മറയൂർ എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചറിയാൻ സാധിച്ചത്. സുഹൃത്തുക്കളെ, വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലം നിങ്ങളെല്ലാവരും വന്നൊന്ന് കാണേണ്ടതാണ്. കാരണം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയും സ്ഥലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇതൊരു സന്ദർഭമായിരിക്കും നിങ്ങൾക്ക്. ഇല്ല, ഇത്ര ഉള്ളൂ. നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മറയൂർ ചന്ദനക്കാടുകളിലാണ്. അതിൻ്റെ പ്രവേശന കവാടത്തിലാണ് നിൽക്കുന്നത്. മറയൂർ ചന്ദനം വളരെ പ്രശസ്തമാണ്. ഇതിൽ എന്നാ പോടുക?
சுத்தம் ஏலக்கே போடுவோம். சல்பர் போடுமா? இது சல்பர் கெமிக்கல் போடுமா? ഇതിൽ കെമിക്കലൊന്നും ആഡ് പറ്റില്ല. പ്യൂർലി വി ആർ ആഡിങ് ജിഞ്ചർ ആൻഡ് ഏലക്ക. മറയൂർ ശർക്കര ഫാക്ടറിയിലാണ് ഇവിടെ നല്ല ഇനം ശർക്കര, ഏറ്റവും ഗുണപ്രദമായ ശർക്കര ഓക്കെ സാർ, താങ്ക് യു. മറയൂർ തേൻ പാറയാണ് ഈ കാണുന്നത്. നിറച്ച് തേൻ കൂടുകളാണ് ഇവിടെ ഉള്ളത്, നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളതിൻ്റെ ഭാഗത്തേക്ക് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ എല്ലാം സ്ട്രോബെറി കൃഷിയാണ് ഈ കാണുന്നതെല്ലാം. ഇതിൽ പൂ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നതുണ്ട്, കായായിട്ടുള്ളതുണ്ട്, പഴുത്തതുണ്ട്. ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. 100 രൂപ 120 രൂപ മറ്റുമാണ് ഇപ്പോൾ ഇവിടെ ചാർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ട്രോബെറി ഉണ്ടാകുന്ന ആ ഒരു ഹില്ലിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഹലോ സാർ, എന്ത് വാങ്ങിച്ചു? 100 രൂപ കിലോ. എനിക്ക് വേണം സ്ട്രോബെറി പാടം ഇവിടെ കണ്ടില്ലേ? ഞങ്ങളുടെ കയ്യിൽ സ്ട്രോബെറിയാണ്. ഞങ്ങളിവിടെ സ്ട്രോബെറി പാടത്ത് നിന്ന് കാന്തല്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യാണ്, എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം. കൊള്ളാം. നിങ്ങളിവിടെ വരണം, ഇത് വാങ്ങണം, കഴിക്കണം. മോഹൻലാലിൻ്റെ സിനിമ ഭ്രമരം ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഭ്രമരം പോയിൻ്റ്. നമ്മളിപ്പോൾ ആ ഭാഗത്താണ് വന്ന് നിൽക്കുന്നത്. മോഹൻലാൽ ജീപ്പ് ഓടിച്ച് പോകുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ക്യാമറയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മോഹൻലാൽ വണ്ടി ഓടിച്ച് പോകുന്ന ഒരു രംഗമാണ്. ഇവിടെ 2 ഏർമാടം കാണാനുണ്ട്. നല്ലൊരു സൂപ്പർ സ്ഥലമാണ്, വ്യൂ ആണ്, കാണാൻ പറ്റിയ ഒരു സമയമാണ്. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഏപ്രിൽ 13 ഞായറാഴ്ചയാണ്. പക്ഷേ ഡിസംബർ ജനുവരിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ല. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ ഭ്രമരം പോയിന്റ്. ഒരുപാട് സെലിബ്രിറ്റീസുകൾ കയറി ഇറങ്ങിയ ഈ ഏർമാടത്തിൽ ലഖം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 50 രൂപ ഫീസ് കൊടുത്ത് ഇവിടെ ഞങ്ങൾ കുളിക്കാൻ വന്നിട്ടുണ്ട്. രസകരമായ ഒരു അനുഭവമായിരിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ കുളിക്കാൻ ഇറങ്ങുകയാണ്. അതുകൊണ്ട് അപ്പുറത്തൂടെ പോകും. ഇതിലെ കയറിക്കോ എന്ന് പറഞ്ഞാല് അവിടെ ഈ നമുക്ക് ഏറ്റവും വലിയ Hello,